ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇഫ്താർ സ്നാക്കുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഫ്താറിന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പോയ ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഉള്ളു നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പിയുമായിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതാ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ദാ ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതാ ഇതിന് വേണ്ടിയുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു കറക്ക് നമുക്കിതാ എടുക്കാം. ചിക്കൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരി കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് എരി മതിയാവുന്നത് കൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ എരി നന്നായിട്ട് ബാലൻസായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്ന് ഞാനൊന്ന് ഉരുളക്കിഴങ്ങും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചത്, ബ്രെഡ് ക്രംസ് ആണ്. അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വീഴ്ത്തി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മിക്സ് കയ്യിൽ ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ എടുത്ത് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കാം. ഒരു കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു റൗണ്ട് ഷേപ്പാണ് നമ്മളാക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മിക്സും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസിലൂടെ ഇട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച എല്ലാ മിക്സും നമുക്കിതാ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഓരോ കട്ട്ലറ്റും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം തീ. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വരുന്നതുവരെ നമുക്കിത് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റുകൾ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റാണ്. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.